യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ കഴിഞ്ഞ ദിവസം ശ്രീ സുജിത് ഭക്തന്റെ ചാനലിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിനകത്ത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഒട്ടുമിക്ക ട്രെയിനുകളും ലേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ വൈ ട്രെയിൻസ് ആർ റണ്ണിങ് ലേറ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനത് കാണാനിടയായി. ആൻഡ് ഐ ഹാവ് ടു അപ്രീഷിയേറ്റ് ഹിം. ഭയങ്കര മീനിങ് ഡെപ്തിൽ റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് അദ്ദേഹം ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോയിന്റ് ബൈ പോയിന്റ് നല്ല രീതിയിൽ തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നതും. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ഹിം. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ബാക്കിയായിട്ട് എനിക്ക് ആഡ് ചെയ്യാൻ കുറച്ചൊരു പോയിന്റ്സ് ഉണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് റെയിൽവേയിൽ ഞാൻ ഏകദേശം ഒരു 7 to 8 years ആയി. സോ ബീയിങ് എ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ, എനിക്ക് ഫീൽ ചെയ്ത കാര്യം വൈ ട്രെയിൻസ് ആർ റണ്ണിങ് ലേറ്റ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പോയിൻ്റെ കൂടെ തന്നെ ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. സോ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഏറ്റവും, അതായത് സെക്കൻഡ് ലാർജസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി ഇൻ ദ വേൾഡ് ആണ് അല്ലേ. ഫസ്റ്റ് വരുന്നത് ചൈനയാണ്. ചൈന പക്ഷേ ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മളെക്കാൾ എത്രയോ ബെറ്റർ ആണ് ചൈന. സോ അതുകൊണ്ട് തന്നെ അവിടെ ട്രെയിൻസിൻ്റെ ലേറ്റ് റണ്ണിങ് അവിടെ ഇഷ്യൂ ആയിട്ട് വരും. ഓൾമോസ്റ്റ് ഒരു 90 to 95% ട്രെയിനുകൾ കറക്റ്റ് ടൈമിൽ തന്നെയാണ് അവിടെ റൺ ആവുന്നത്. പക്ഷേ ഇവിടെ ഇന്ത്യ പോലൊരു കൺട്രിയിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഇവിടെ പോപ്പുലേഷൻ കൂടുതലാണ്, പക്ഷേ അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നമ്മുടെ രാജ്യത്ത് കുറവുണ്ട്. ദാറ്റ്സ് റിയാലിറ്റി. സോ അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം ഇപ്പം ഒരു ട്രെയിനിനകത്ത് മാക്സിമം ആളുകളെ ഉൾക്കൊള്ളിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. ഇപ്പം ഡബിൾ ഡക്കറിനകത്ത് കൂടുതലായിട്ട് ഇതിൻ്റെ ഒരു ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇരട്ടിയിലധികം ആൾക്കാരെ നമുക്ക് അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതൊരു പോസിബിൾ ഒരു റീസൺ ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, കുറേ കൂടെ ഒരു ഇൻക്ലൂസിവിറ്റി നമുക്കിത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇൻക്ലൂസിവിറ്റി എന്ന് പറയുന്ന സമയത്ത് ഇപ്പം വന്ദേ ഭാരത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്ലീപ്പർ വന്ദേ ഭാരത്, ഇതെല്ലാം പ്രീമിയം ട്രെയിൻസ് ആണ്. പ്ലസ് അതിന് ഈ പറയുന്ന പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേരാനോ അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും പോകുന്ന കൈൻഡ് ഓഫ് ട്രെയിൻ അല്ല. അതിന് സർട്ടൻ റൂട്ട്സ് ഉണ്ട്, സർട്ടൻ ഫിക്സഡ് റൂട്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മെട്രോപൊളിറ്റൻ സിറ്റീസിലൂടെയൊക്കെ ആയിരിക്കും അത് മിക്കതും പോകുന്നത്. അപ്പം അങ്ങനെ ഒരു എക്സ്ക്ലൂസിവിറ്റി വരുന്ന സമയത്ത് ബാക്കി, അതായത് ഹൈ പ്രയോറിറ്റി ട്രെയിൻസ് അവിടെ ഉണ്ടാകുന്ന സമയത്ത് ബാക്കി ലോ പ്രയോറിറ്റി ട്രെയിൻസിന് ഈ പറയുന്ന ലേറ്റ് റണ്ണിങ് അവിടെ വരും. അപ്പം ഇതിനകത്തൊരു ഇൻക്ലൂസിവിറ്റി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പം ICF കോച്ചസും പണ്ടത്തെ ഈ നീല കളറുള്ള ആ കോച്ചസ് ഉണ്ടല്ലോ, ICF കോച്ചസ് ഇപ്പം ഏകദേശം പ്രൊഡക്ഷനെല്ലാം നിർത്തിയിട്ടുണ്ട്. ICF ചെന്നൈയിലാണ് അതിൻ്റെ പ്രൊഡക്ഷൻ എല്ലാം ഉണ്ടായിരുന്നത്. അത് ഏകദേശം കംപ്ലീറ്റ് ആയി, ഓൾമോസ്റ്റ് അല്ല, കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്, പ്രൊഡക്ഷൻ എല്ലാം നിർത്തിയിട്ടുണ്ട്. ഇൻ പ്ലേസ് ഓഫ് ദാറ്റ് LHB കോച്ചാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ICF ഇപ്പം എന്താണോ റൺ ചെയ്യുന്നത് അത് റൺ ചെയ്ത് അതിൻ്റെ ഈ പറയുന്ന ഒരു കണ്ടംനേഷൻ പീരീഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. 25 years ആണ് ICF കോച്ചിൻ്റെ എല്ലാം കണ്ടംനേഷൻ പീരീഡ്. സോ ആ ഒരു 25 years കഴിയുന്നതോടുകൂടി തന്നെ വരും തോറും ഇൻ നിയർ ഫ്യൂച്ചർ നമുക്ക് ICF കാണാൻ പറ്റില്ല, ICF കോച്ചുകളെ കാണാൻ പറ്റില്ല. ഇൻ പ്ലേസ് ഓഫ് ദാറ്റ് LHB കോച്ചുകൾ വരും. സോ ഈ വന്ദേ ഭാരത് എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഐ ഫീൽ ദാറ്റ് ഒരു ഇൻക്ലൂസിവിറ്റിക്ക് വേണ്ടിയിട്ട് കുറേ കൂടെ ഒരു LHB പറയുന്ന കാര്യം. LHB നമുക്ക് ഒരു മാക്സിമം 130 kmph നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ എല്ലാ ഇന്ത്യയിലെ എല്ലായിടത്തും ഈ പറയുന്ന LHB കോച്ചുകളെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി ആൻ ഇൻക്ലൂസിവിറ്റി. ആൻഡ് അത് നമുക്കൊരു ഈ ഒരു ഇന്ത്യൻ റെയിൽവേ നെറ്റ്വർക്കിൽ നമുക്കത് മാനേജ് ചെയ്യാനും എളുപ്പമായിരിക്കും. സോ അതാണ് ആദ്യത്തെ എൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ കുറേ കൂടെ ഒരു ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പാസഞ്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കുറേ കൂടെ ഒരു ബേസിക് സിവിക് സെൻസ് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് ഒരു ഇപ്പം സൗത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ മലയാളികൾക്കൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, മീനിങ് ട്രെയിനിൻ്റെ ഒരു ഹൈജീൻ അല്ലെങ്കിൽ പറയുന്ന പോലെ ക്ലെൻലിനെസ് ഒക്കെ കുറേ കൂടെ ഒരു 60 to 70% നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊരു ഉറപ്പുവരുത്താൻ പറ്റും. പക്ഷേ നമ്മൾ ഇഫ് യു ആർ ഗോയിങ് ടു നോർത്ത്, അല്ലെങ്കിൽ പറയുന്ന പോലെ തന്നെ ആ ഒരു UP, ബീഹാർ, അങ്ങനെ ഒരു നോർത്ത് ഏരിയയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്ലെൻലിനെസ് അല്ലെങ്കിൽ ഹൈജീൻ എന്ന് പറയുന്നത് ഇറ്റ്സ് വേഴ്സ്റ്റ്, വെരി വേഴ്സ്റ്റ്. ഞാനിപ്പം ട്രെയിനിങ്ങിനും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഐ ഫീൽ വെരി ഹൊറിബിൾ ഓവർ ദർ. ബിക്കോസ് അവിടുത്തെ പ്രശ്നവും ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ
അവിടെ ആളുകൾ കൂടുതലാണ്. ആളുകൾ കൂടുന്തോറും ഈ പറയുന്ന പോലെ തന്നെ ട്രെയിനിൻ്റെ എണ്ണം കൂട്ടും. എണ്ണം കൂട്ടുന്ന സമയത്ത് അതിൻ്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ പറയുന്ന പോലെ തന്നെ ക്ലീനിങ് ആക്ടിവിറ്റീസ്, വാഷിംഗ്, ഇതൊന്നും പോസിബിൾ ആയി എന്ന് വരില്ല. അതും ഒരു ഡ്രോബാക്ക് തന്നെയാണ്. പക്ഷെ സംഹൗ വി ഹാവ് ടു, അതിനകത്ത് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുക, അതായത് ഇന്ത്യ പോലൊരു കൺട്രി ഇത്രയും പോപ്പുലേറ്റഡ് ആവുന്ന സമയത്ത് എവ്രി ഹ്യൂമൻ അല്ലെങ്കിൽ എവ്രി സിറ്റിസൺ ഷുഡ് ഹാവ് ദാറ്റ് ബേസിക് സിവിക് സെൻസ്. സോ ദാറ്റ് നമുക്ക് ഒരു എന്താ പറയുക, ഒരു ക്ലീൻലിനെസ് അല്ലെങ്കിൽ ഹൈജീൻ ആയിട്ട് നമുക്ക് എല്ലാ കോച്ചുകളെയും ഇൻക്ലൂഡിങ് ജനറൽ കോച്ചുകളെയും നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ഹൈജീൻ അല്ലെങ്കിൽ ക്ലീൻലിനെസ്സിന് കുറവ് വരുന്ന സമയത്ത് വേറെ പാസഞ്ചേഴ്സ് വരുന്ന സമയത്ത് അവർ റെയിൽ മതത്തിൽ കംപ്ലയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ റെയിൽ മതം എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അതിനകത്ത് കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. സോ കംപ്ലയിൻറ്റ്സ് വരുന്ന സമയത്ത് ഇൻ ദ നെക്സ്റ്റ് സ്റ്റേഷൻ അല്ലെങ്കിൽ പോസിബിൾ അവിടെ ഒരു ക്ലീനിങ് ഫെസിലിറ്റി ഉള്ള സ്റ്റേഷനിൽ അവിടെ ക്ലീനിങ്ങിന് വേണ്ടി നമ്മൾ ടൈം എടുത്തുന്നുണ്ടാവും. സോ അതും ഒരു കാരണമാണ് എന്തിന് ഈ പറയുന്ന ട്രെയിൻ ലേറ്റ് റണ്ണിങ് ആവുന്നതിൻ്റെ. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് പോയിന്റ്, ആ വീഡിയോയിൽ സുജിത് ഭക്തൻ അദ്ദേഹം പറയുന്നുണ്ട് ഗുഡ്സ് ട്രെയിനിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷേ ഇന്ത്യൻ റെയിൽവേയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരിക്കലും ഗുഡ്സ് ട്രെയിനല്ല നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഡെഫിനറ്റ്ലി അവിടെ പാസഞ്ചർ ട്രെയിൻസിനാണ് നമ്മൾ കൂടുതലും പാസഞ്ചർ അല്ലെങ്കിൽ എക്സ്പ്രസ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ വന്ദേ ഭാരത് അങ്ങനെയുള്ള പാസഞ്ചർ ട്രെയിൻസിനാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. പക്ഷേ സർട്ടൻ കേസസിൽ നമ്മൾ ഗുഡ്സ് ട്രെയിന് കൊടുക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഇൻ്റർചേഞ്ച് ഗുഡ്സ് ട്രെയിൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അതിനകത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേന്ന് സദേൺ റെയിൽവേയിലേക്ക് ഒരു ഗുഡ്സ് ട്രെയിൻ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗുഡ്സ് ട്രെയിനിന് ഇപ്പോൾ പാസഞ്ചർ ട്രെയിൻസ് പോലെ തന്നെ അതിന് ഒരു ടൈം പീരീഡ് ഉണ്ട്. അതായത് ഇന്ന് തന്നെ അത് എത്തിയിരിക്കണം, അല്ലെങ്കിൽ പറയുന്ന പോലെ തന്നെ രാത്രി 12 മണിക്ക് മുന്നേ തന്നെ സദേൺ റെയിൽവേയിൽ എത്തണം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചിലപ്പം എന്നാലും അങ്ങനെ ഒരു ഇൻ്റർചേഞ്ച് ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും തന്നെ, അല്ലെങ്കിൽ ഇൻ്റർചേഞ്ച് അത് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു സദേൺ റെയിൽവേ ക്രോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും തന്നെ അവിടെയും പാസഞ്ചർ ട്രെയിൻസിന് ഒരിക്കലും നമ്മൾ പ്രയോറിറ്റി കുറച്ചിട്ട് ഗുഡ്സ് ട്രെയിനിനെ കയറ്റി വിടൂല. അങ്ങനെ ആ ഒരു പാത്ത് ക്ലിയർ എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഈ ടൈമും കാര്യങ്ങളെല്ലാം ഹാൻഡിങ് ഓവർ ടൈം എന്ന് പറയും. ഹാൻഡിങ് ഓവർ ടൈം ചൂസ് ചെയ്യുന്നത് അപ്പോഴത്തേക്കാണ്. സോ ഗുഡ്സ് ട്രെയിനിൻ്റെ കേസിൽ ഇതാണ്, ഇൻ്റർചേഞ്ച് ഗുഡ്സ് ട്രെയിൻ ആണെങ്കിൽ മാത്രമാണ്, അതും എക്സ്ട്രീം കേസിലാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഈ എക്സ്പ്രസ്സിനെ പുറകിലോട്ടും അങ്ങനെ ആക്കത്തില്ല, അതിൻ്റെ പാത്ത് അത് വിട്ടിട്ട് ഗുഡ്സ് ട്രെയിനെ കയറ്റി വിടുന്നു, അങ്ങനെയുള്ളൂ. അതിന് ഈ പറഞ്ഞ പോലെ സ്ലാക്ക് ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെയാണ് അതിൻ്റെ ഗുഡ്സ് ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ നിശ്ചയിക്കുന്നത്. ആൻഡ് ദ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പം മിക്ക മീനിങ് നമ്മുടെ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് ഒരു 70 to 80% തന്നെ LHB കോച്ചുകളാണ്. ICF എല്ലാം ഇപ്പം വാഷ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ LHB കോച്ചിൽ എങ്ങനെയാണ് ഒരു ഇത് വരുന്നതെന്ന് വെച്ചാൽ, ഒരു ടെക്നിക്കൽ പ്രോബ്ലമാണ്. ഒരു ഡിറ്റൻഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫിബ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. ഫിബ എന്ന് പറഞ്ഞു വെച്ചാൽ ഫെയിലിയർ ഇൻഡിക്കേഷൻ കം ബ്രേക്ക് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു കോച്ചിൻ്റെ അടിയിൽ, അതായത് ആ ഒരു അണ്ടർ ഗിയർ പാർട്ടിൽ ഒരു എയർ സ്പ്രിങ് ഘടിപ്പിച്ചിട്ടുണ്ടാവും. എയർ സ്പ്രിങ്ങിന് എന്തേലും, അതായത് രണ്ട് സൈഡിൽ, അതായത് ഇപ്പം ഒരു കോച്ചിന് 2 ബോഗിയാണുള്ളത്. ബോഗി ഇൻ ദ സെൻസ് ട്രോളി, അതായത് ആ വീലും ബ്രേക്ക് സിസ്റ്റം എല്ലാം കൂടെ വരുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിനാണ് ബോഗി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബോഗിക്കകത്ത് 2 എയർ സ്പ്രിങ് ഉണ്ടാവും. ഒരു സൈഡിൽ ഒന്ന്, മറ്റേ സൈഡിൽ വേറൊന്ന്. അപ്പം ആ ഒരു എയർ സ്പ്രിങ്ങിന് എന്തേലും ലീക്കേജോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ക്രാക്ക് വരികയാണ്, മീനിങ് അതിനെന്തെങ്കിലും ഫെയിലിയർ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ബ്രേക്ക് അപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി നടന്നിട്ട് ഇപ്പം എയർ സ്പ്രിങ്ങിന് ഫെയിലിയർ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് മേജർ ഫെയിലിയർ ആയിട്ട് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളവിടെ സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മളവിടെ അപ്ലൈ ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പോൾ LHB ആണെന്നുണ്ടെങ്കിൽ 130 kmph പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സ്പീഡ് ലിമിറ്റ് കൊടുത്ത് 60 kmph കൺവേർട്ട് ചെയ്യും. മീനിങ് അവിടെ ആ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലോക്കോപ്പലിന് നമ്മളൊരു മെസ്സേജ് കൊടുക്കും, ഈ ഒരു ട്രെയിന് 60 kmph പോകാൻ പാടത്തുള്ളൂ എന്നുള്ളൊരു സെർട്ടൻ ഒരു ഓർഡർ നമ്മൾ കൊടുക്കും. അപ്പം 130 kmph പോകേണ്ട ഒരു ട്രെയിന് 60 kmph, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രാജധാനി തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോകുന്നു.
തിരുവനന്തപുരം ഡൽഹിയിലേക്ക് പോകുന്ന ഫോർ എക്സാമ്പിൾ വിജയവാഡ അല്ലെങ്കിൽ പറയുന്ന പോലെ തന്നെ മഹാരാഷ്ട്രയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഫിബ ആക്ടിവേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഫെയിലർ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ നിന്ന് ഈ 130 kmph പോകേണ്ട വണ്ടി 60 kmph കൺവേർട്ട് ആയിട്ട് അത്രയും സ്പീഡ് കുറഞ്ഞു പോകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവിടെ ഭയങ്കര വലിയൊരു ഡിറ്റൻഷൻ അവിടെ ക്രിയേറ്റഡ് ആവും. ഇനി അടുത്ത ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ട്രിവാൻഡ്രത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന ഒരു കേരള എക്സ്പ്രസ് ഇടയ്ക്ക് വെച്ച് ഫിബ ആക്ടിവേറ്റ് ആയി. ഇപ്പോൾ അത് LHB ആണെന്നുണ്ടെങ്കിൽ അത് ഫിബ ആക്ടിവേറ്റ് ആയിട്ട് ഡൽഹിയിൽ എത്തുമ്പോൾ ഡെഫിനറ്റ്ലി അത് ലേറ്റ് ആവും. ഡെഫിനറ്റ്ലി അവിടെ ഒരു ഡിറ്റൻഷൻ അവിടെ നടക്കും. ഇനി ഒരു ട്രെയിനിൻ്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് പാറ്റേൺ എങ്ങനെയാണ് ഫിക്സ് ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പം ഇപ്പോൾ വന്ദേ ഭാരതിന് സർട്ടൺ പാറ്റേൺ ആണ്, രാജധാനിക്ക് സർട്ടൺ പാറ്റേൺ ആണ്, അതേപോലെ തന്നെ മെയിൽ ബാർ എക്സ്പ്രസ്സിന് ഒരു സർട്ടൺ പാറ്റേൺ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ മെയിൽ ബാർ എക്സ്പ്രസ് ആ ഒരു കേസാണ് ഞാൻ എടുക്കണമെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിന് ഇപ്പോൾ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ ഒരു 6 hours പിറ്റ് ലൈൻ ചെക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് പിറ്റിലേക്ക് ഒരു പ്ലേസ് ഉണ്ട്. പിറ്റിലേക്ക് നമ്മൾ ആ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു റേക്ക് അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിനെ നമ്മൾ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഒരു 6 hours to 6.5 hours നമ്മൾ അതിലെ എല്ലാ കാര്യങ്ങളും, ഇൻറ്റീരിയർ ആണെങ്കിലും അതേപോലെ തന്നെ അണ്ടർ ഗിയർ, വീല്, ബ്രേക്കിംഗ്, അങ്ങനെയുള്ള എല്ലാ സകല സാധനങ്ങളും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് പിന്നെ നമ്മളത് റിലീസ് ചെയ്തിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് അയക്കുന്നത്. അപ്പോൾ അവിടെ പ്ലാറ്റ്ഫോമിലുള്ള SSC അല്ലെങ്കിൽ JE ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ 96 മണിക്കൂർ അല്ലെങ്കിൽ 3500 kilometer ഇത് കംപ്ലീറ്റ് ചെയ്യാണ്. ഇതിൽ വിച്ച് എവർ ഈസ് ഏർലിയർ, അതായത് ഇതിൽ ഏതാണ് ആദ്യം കംപ്ലീറ്റ്, 96 മണിക്കൂറാണ് ആദ്യം കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ 3500 ആദ്യം കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിച്ച് എവർ ഈസ് ഏർലിയർ, ആ ഒരു കംപ്ലീഷൻ നടക്കുമ്പോൾ അത് ഇൻവാലിഡ് ആവുന്നു, ആ ഒരു സർട്ടിഫിക്കറ്റ് ഇൻവാലിഡ് ആവുന്നു. ആൻഡ് ആ ട്രെയിനിന് പിന്നീട് സഞ്ചരിക്കാൻ പറ്റൂല. അപ്പം ഇപ്പോൾ കേരളത്തിൽ നിന്ന്, അതായത് തിരുവനന്തപുരത്ത് നിന്ന് ആ ഒരു കേരള എക്സ്പ്രസ് സ്റ്റാർട്ട് ചെയ്തു ഡൽഹി വരയ്ക്ക് പോകുമ്പോഴത്തേക്കും അതിൻ്റെ ഏകദേശം ഈ ഒരു 3500 അടുപ്പിച്ചോളം ആ ഒരു കിലോമീറ്റർ വരും. അപ്പം എഗെയിൻ അത് ഡൽഹിയിൽ ചെന്നിട്ട് വീണ്ടും അതിൻ്റെ ഒരു പിറ്റ് എക്സാമിനേഷൻ ഉണ്ട്. അപ്പം ഇടയ്ക്ക് വെച്ചിട്ട് ഈ പറയുന്ന പോലെ ഡിറ്റൻഷൻ എന്തെങ്കിലും സംഭവിക്കുകയാണ്, ഫോർ എക്സാമ്പിൾ 2 to 3 hours ഡിറ്റൻഷൻ ആയി എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ അവിടെ ഡൽഹി എത്തേണ്ട ടൈമിനേക്കാളും ഒരു 2 to 3 hours അവിടെ ഡിറ്റൻഷനായി. എന്നിട്ട് അവിടെ പിറ്റ് ലൈനിലേക്ക് പോകുന്ന സമയത്ത് എഗെയിൻ അവിടെ ഡിറ്റൻഷൻ ആവുന്നു. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്ത് ആ ഒരു 2 hours എക്സ്ട്രാ ഒരു ഡിറ്റൻഷൻ അവിടെ എഗെയിൻ അവിടെ വന്നിരിക്കും. അതും ഒരു വൺ ഓഫ് ദ റീസൺ ആണ് ഡിറ്റൻഷൻ ആവാൻ. നെക്സ്റ്റ് വൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിറ്റ് ലൈൻ ചെക്കിംഗ് എന്ന് പറഞ്ഞൊരു 6 to 6.5 hours ചെക്കിംഗ് ഉണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ ഓരോ കോച്ചിനും ഓരോ ഷെഡ്യൂളുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഇൻ കേസ് ഇപ്പോൾ പ്രോബ്ലം, വീലിന് പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ പറയുന്ന പോലെ തന്നെ എയർ സ്പ്രിങ്ങിന് പ്രോബ്ലം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ കോച്ചിനെ ഡിറ്റാച്ച് ചെയ്യേണ്ടി വരും. ഡിറ്റാച്ച് ചെയ്തിട്ട് വേറെ കോച്ച് അറ്റാച്ച് ചെയ്യേണ്ടി വരും. അപ്പം ഫോർ എക്സാമ്പിൾ 6 hours ചെക്കിങ്ങിൽ ഒരു 5 മണിക്കൂർ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവസാനത്തെ കോച്ചാണ് പ്രോബ്ലമാറ്റിക് ആയിട്ട് നമുക്ക് തോന്നുക, അല്ലെങ്കിൽ അതിൻ്റെ വീല് പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്പ്രിങ് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനത്തെ ടൈമിലായിരിക്കും നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. മീനിങ് അത് ഡിറ്റാച്ച് ചെയ്യാനും അതേപോലെ തന്നെ വേറെ കോച്ച് അറ്റാച്ച് ചെയ്യാനും. ഇപ്പം പല രീതിയിൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ കംപ്ലയിൻസ് ആയിട്ട് സിക്ക് ചെയ്യാറുണ്ട്, അതേപോലെ മെക്കാനിക്കൽ കംപ്ലയിൻ്റ് ആയിട്ട് സിക്ക് ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെ സിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ കോച്ച് ഡിറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും, അതായത് ആദ്യത്തെ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ആദ്യം തന്നെ നമുക്കത് പറയാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഡിറ്റൻഷൻ അവിടെ നടക്കില്ല. പക്ഷേ അവസാനത്തെ മണിക്കൂറുകളിലാണ് ഇത് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പം ഷണ്ടിങ് എന്ന് പറഞ്ഞ ഇതുണ്ടല്ലോ, ഷണ്ടിങ് മൂവ്മെൻറ്റ്, അതായത് ഡിറ്റാച്ച് ചെയ്തിട്ട് വേറെ കോച്ചിനെ അറ്റാച്ച് ചെയ്യുക, ഇതെല്ലാം ലേറ്റായി വരും. അപ്പം ഈ ഒരു ഷണ്ടിങ് മൂവ്മെൻറ്റ് കാരണം ലേറ്റ് ആവുന്നു. അതേപോലെ തന്നെ അതിനെ റിലീസ് ചെയ്യാനായിട്ട് പിറ്റ് ലൈനിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് റിലീസ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് അത് ഡിറ്റൻഷൻ ആയിന്ന് വരും. ആൻഡ് ഫൈനലി അത് അവിടെ നിന്ന് സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് തന്നെ ഈ പറയുന്ന ഒരു ലേറ്റ് അവിടെ കാണിക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ, ലാൻഡ് സ്ലൈഡിങ് ഏരിയ ഉണ്ടാവും. അപ്പം മലയാളികൾക്കൊക്കെ അറിയാവുന്നൊരു കേസാണ് ഇപ്പം ഷിരൂർ അർജുൻ്റെ അപകടം. അത് കൊങ്കൺ റെയിൽവേയിൽ വരുന്നതാണ്.
അത് ആക്ച്വലി ഷിരൂർ അപകടം എന്ന് പറയുന്നത് അത് റോഡ് സൈഡിൽ നിന്ന് വീണതാണ്. അതേപോലെ തന്നെ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ ഒത്തിരി ഇതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള കൂനകളുണ്ടാവും. ഭയങ്കര ഹില്ലി ഏരിയാസും അതേപോലെ തന്നെ മരങ്ങളും ഇതെല്ലാം ഉണ്ടാകുന്ന സമയത്തും, പ്രത്യേകിച്ച് മൺസൂൺ ടൈമിൽ, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഒത്തിരി മരങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ മണ്ണൊലിപ്പ് ഇതൊക്കെ കൊണ്ട് തന്നെ ട്രാക്ക് മൊത്തത്തിൽ ഡിസ്റ്റർബ്ഡ് ആവും. ചിലപ്പം ട്രാക്കിൻ്റെ അടിയിൽ കൂടെ വെള്ളം പോകും. ട്രാക്കിൻ്റെ അടിയിൽ കൂടെ വെള്ളം പോവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രെങ്ത് കിട്ടിയെന്നുണ്ടാവില്ല. അപ്പം എസ്പെഷ്യലി ഈ ഒരു ഏരിയ കൊങ്കൺ റെയിൽവേ നിങ്ങൾക്ക് കൂടുതലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു മൂകാംബിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൊങ്കൺ സൈഡൊക്കെ കുറേ കൂടെ ഒരു ഈ ലാൻഡ് സ്ലൈഡ് നടക്കുന്ന ഒരു ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. അതേപോലെ തന്നെ ബാംഗ്ലൂർ ടു മാംഗ്ലൂർ പോവുകയാണെന്നുണ്ടെങ്കിൽ സക്ലേഷ്പൂർ ടു സുബ്രഹ്മണ്യ ഘാട്ട് സെക്ഷൻ ഉണ്ട്. ഘാട്ട് സെക്ഷൻ ഡെഫിനറ്റ്ലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെക്ഷനാണ്. പക്ഷേ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മഴക്കാലത്ത് ഈ പറയുന്ന പോലെ തന്നെ ലാൻഡ് സ്ലൈഡ് കാരണം കൊണ്ട് തന്നെ ട്രാക്ക് ക്ലോസർ ചിലപ്പോൾ സംഭവിച്ചെന്നുണ്ടാവും. അത് കാരണം കൊണ്ട് കൂടെ ഡിറ്റൻഷൻ ആയി എന്ന് വരും. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങൾ ഇപ്പം 7 to 8 years ഓഫ് എക്സ്പീരിയൻസിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ റെയിൽവേയിൽ ഡിറ്റൻഷൻ വരാനുള്ള കാരണങ്ങൾ എന്നാണ് എനിക്ക് മനസ്സിലായത്. സോ അഗെയിൻ താങ്ക് യു സോ മച്ച് സുജിത് ഭക്തൻ. അത്രയ്ക്ക് ഭയങ്കര എഫേർട്ട് ആൻഡ് റിസർച്ച് നടത്തിയിട്ടാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് ഒരു എൻ്റേതായൊരു പേഴ്സണൽ വ്യൂസ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ താങ്ക് യു.